നമ്മുടെ ഫോണിൽ ധാരാളം ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതിൽ ചില ആപ്പുകളൊക്കെ പേഴ്സണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI ആപ്പുകൾ, അതുപോലെ വാട്സപ്പ് തന്നെ പലരും പേഴ്സണലായ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ ആപ്പുകളൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മുടെ പേഴ്സണലായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ UPI ആപ്പുകളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് ഇത്തരം ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അത് നമ്മൾ മാത്രമേ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇങ്ങനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഫോൺ സെറ്റിങ്സിലൂടെ നമ്മൾ ഈ ആപ്പുകൾ ഹൈഡ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഫോൺ സെറ്റിങ്സുകളെ സംബന്ധിച്ച വളരെ യൂസ്ഫുള്ളായ ധാരാളം വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തോ അല്ലെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൻ്റെ ആ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പ്രയോജനപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലും അതുപോലെ മറ്റുള്ള ആപ്പുകളിലൂടെയുമൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലൊക്കെ ഫോൺ സെറ്റിങ്സിലൂടെ നമ്മുടെ ഫോണിലെ ആപ്പുകളെ എങ്ങനെ ഹൈഡ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പുകളും തന്നെ ഇതേപോലെ നമുക്ക് ഹോം സ്ക്രീനിൽ കാണാമല്ലോ. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഏതെല്ലാം ആപ്പുകളെ നമ്മൾ ഹൈഡ് ചെയ്യുന്നുവോ ആ ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഉള്ളത് തന്നെ ആർക്കും അറിയാൻ കഴിയില്ല. അപ്പോൾ ആപ്പുകളെ എങ്ങനെ ഹൈഡ് ചെയ്യാം, അങ്ങനെ ഹൈഡ് ചെയ്ത ആപ്പുകളെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ ഹൈഡ് ചെയ്ത ആപ്പുകളെ വീണ്ടും നമുക്ക് എങ്ങനെ ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ ഈ വീഡിയോയുടെ അവസാനം വരെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ആപ്പുകളെ ഹൈഡ് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ഞാൻ എൻ്റെ ഫോൺ സെറ്റിംഗ്സിന്റെ ഐക്കണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സെറ്റിംഗ്സിന്റെ ഹോം സ്ക്രീൻ ഓപ്പൺ ആയി. ഇനി ഞാൻ സ്ക്രീനിനെ മുകളിലേക്ക് ഒന്ന് നീക്കുന്നു. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഓപ്ഷനുകളിൽ ദാ ഇവിടെ പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അത് നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഇതാ ഇവിടെ ഹൈഡ് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ ഒരു സ്ക്രീനിലേക്ക് എത്താനായിട്ട് നമുക്ക് മറ്റൊരു മാർഗം കൂടിയുണ്ട്. അത് എങ്ങനെയെന്ന് കാണിക്കാനായിട്ട് ഞാനൊന്ന് ബാക്ക് അടിച്ചിട്ട് സെറ്റിംഗ്സിന്റെ ഹോം സ്ക്രീനിലേക്ക് തന്നെ വീണ്ടും വരുന്നു. അപ്പൊ ഈ സ്ക്രീനിലെ പ്രൈവസി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ അടുത്ത സ്ക്രീനിലേക്ക് പോയത്. അപ്പൊ ഈ സ്ക്രീനിനെ ഞാൻ താഴേക്കൊന്ന് വലിക്കുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ബാർ കാണുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പൊ താഴെ വന്നിരിക്കുന്ന കീബോർഡിൽ ഹൈഡ് ആപ്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പൊ ഞാനത് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ ഞാനിവിടെ ഹൈഡ് എന്ന് ടൈപ്പ് ചെയ്തപ്പോഴേക്കും തന്നെ സ്ക്രീനിന് മുകളിൽ സെർച്ച് ബാറിന് താഴെയായിട്ട് ഹൈഡ് ആപ്സ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ഓപ്പോയുടെ ഫോണാണ്. എന്നാൽ മറ്റു ചില ഫോണുകളിൽ പ്രൈവസി എന്ന ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കില്ല ഹൈഡ് ആപ്സ് എന്ന ഓപ്ഷനുള്ള സ്ക്രീൻ ഓപ്പൺ ആവുക. അപ്പൊ നമ്മൾ സെർച്ച് ബാറിൽ ഹൈഡ് ആപ്സ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ താഴെയായിട്ട് ആ ഓപ്ഷൻ ഇതുപോലെ വരും. അപ്പൊ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്ക്രീനിലേക്ക് എത്താവുന്നതാണ്. അപ്പൊ സെർച്ച് ബാറിന് താഴെയായി വന്നിരിക്കുന്ന ഹൈഡ് ആപ്സ് എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇനി ഞാൻ ആ താഴെയുള്ള ഹൈഡ് ആപ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഫോണിന്റെ ഹോം സ്ക്രീൻ ലോക്ക് ഉണ്ടല്ലോ, ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്ക്രീൻ ഓപ്പൺ ആകും. അത് നമ്പർ ലോക്ക് ആണെങ്കിലും പാറ്റേൺ ലോക്ക് ആണെങ്കിലും അത് കൊടുക്കാനുള്ള സ്ക്രീനാണ് ഓപ്പൺ ആവുക. അപ്പോൾ മറ്റാരെങ്കിലും നമ്മുടെ ഫോൺ എടുത്തിട്ട് ഹൈഡ് ആപ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അതിന്റെ സെറ്റിംഗ്സിലൊക്കെ മാറ്റം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പാസ്വേഡ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഹൈഡ് ആപ്സ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇനി ഞാൻ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ അതും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആപ്പുകൾ ഹൈഡ് ചെയ്യാനുള്ള സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പൊ സ്ക്രീനിന്റെ താഴെ ആപ്പുകൾ കാണിക്കുന്നുണ്ട്. ഞാൻ സ്ക്രീൻ ഒന്ന് മുകളിലേക്ക് നീക്കുകയാണ്. അങ്ങനെ നീക്കുമ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും തന്നെ ഇവിടെ കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഒരു ആപ്ലിക്കേഷൻ മാത്രം ഹൈഡ് ചെയ്താൽ മതിയെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം സെലക്ട് ചെയ്യാം. അല്ല കുറെ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഗൂഗിൾ ക്രോം തുടങ്ങിയ ആപ്പുകൾ മാത്രം ഹൈഡ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇവിടെ വാട്സപ്പിന്റെ ഐക്കൺ കാണുന്നുണ്ടല്ലോ, അതിന്റെ നേരെ റൈറ്റ് സൈഡ്
സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഹൈഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്ക്രീനിൽ എത്തിയിട്ട് ഏതെങ്കിലും ഒരു ആപ്പിനെ ഹൈഡ് ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആകും. അപ്പം ഞാൻ ആ വാട്സപ്പിന്റെ ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പം അത് എനേബിൾ ആകുന്നതോടൊപ്പം അടുത്ത സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഹാഷ് പ്രസ് ചെയ്യണം. ഇനി കീബോർഡിൽ 1 മുതൽ 16 നമ്പറുകൾ വരെ ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും ഹാഷിൽ പ്രസ് ചെയ്ത് അങ്ങനെ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ 16 നമ്പറുകളുള്ള പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ അത്രയും നമ്പറുകൾ നമുക്ക് ഓർത്തു വെക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു നമ്പർ മാത്രം ടൈപ്പ് ചെയ്തിട്ട് ഹാഷ് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. അത് നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ ഇവിടെ നമ്പർ 5ൽ പ്രസ് ചെയ്യുന്നു. വീണ്ടും ഹാഷ് പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇത് സേവ് ചെയ്യാനായിട്ട് സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഇതാ ഇവിടെ ഒരു റൈറ്റ് മാർക്ക് കാണുന്നില്ലേ, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും താഴെയായിട്ട് ഡൺ എന്നൊരു ഗ്രീൻ ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതും നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ ഹൈഡ് ചെയ്യുന്ന ആപ്പുകളെ ഓപ്പൺ ചെയ്യുന്നതിനുള്ള പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പാസ്വേഡ് ഒക്കെ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാട്ടോ. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. ഇനി സ്ക്രീനിനെ ഞാൻ താഴേക്കൊന്ന് വലിക്കുന്നു. ഇനി ഞാൻ ഫേസ്ബുക്കും അതേപോലെ ക്രോമിന്റെ ഐക്കണുകൾ ഇതാ ഇവിടെയുണ്ട്, അവയുടെ എനേബിൾ ബട്ടണുകളിലും പ്രസ് ചെയ്യുന്നു. അങ്ങനെ വാട്സപ്പും ഫേസ്ബുക്കും ക്രോമും ഞാൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റൊരു സെറ്റിംഗ്സ് ഞാൻ ഇവിടെ കാണിക്കാം. ഈ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ഗിയർ പോലത്തെ ഐക്കൺ കാണുന്നുണ്ടല്ലോ, അതൊരു സെറ്റിംഗ്സിന്റെ ഐക്കൺ ആണ്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഹൈഡ് നോട്ടിഫിക്കേഷൻ ഫോർ ഹിഡൻ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ബട്ടൺ എനേബിൾ ആയിട്ടും കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് എനേബിൾ ആയി കിടക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ആപ്പ് ഹൈഡ് ചെയ്തിട്ടുണ്ടോ ആ ആപ്ലിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് വരികയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഫോണിൽ കാണുകയില്ല. അപ്പൊ മറ്റൊരാളുടെ കയ്യിൽ നമ്മുടെ ഫോൺ കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഹൈഡ് ചെയ്ത ആപ്പുകളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ഫോണിൽ വരുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഫോണിലുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുമല്ലോ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ആ എനേബിൾ ആയി കിടക്കുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് അത് ഡിസേബിൾ ആക്കാം. ഞാനതൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. ഇപ്പൊ അത് ഡിസേബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഹിഡൻ ആപ്സുകളുടെ നോട്ടിഫിക്കേഷൻ ഫോണിൽ കാണാവുന്നതാണ്. എന്തായാലും ഞാൻ അതിൽ വീണ്ടും പ്രസ് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്ത് തന്നെ വെക്കുന്നു. ഇനി ഞാൻ ബാക്ക് അടിച്ചിട്ട് ഫോണിന്റെ ഹോം സ്ക്രീനിലേക്ക് തന്നെ വരുന്നു. ഇപ്പൊ ഇവിടെ നോക്കൂ, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ ഹൈഡ് ചെയ്ത ആപ്പുകളുടെ ഐക്കണുകൾ ഇവിടെ കാണാനില്ല. ഇനി സ്ക്രീനിനെ ഞാൻ മുകളിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. അങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളുടെ ഐക്കണുകൾ ഇവിടെ കാണുമല്ലോ. പക്ഷെ ഞാനിപ്പോ ഹൈഡ് ചെയ്ത ആപ്പുകളുടെ ഐക്കണുകൾ ഇവിടെയും കാണാനില്ല. അപ്പൊ മറ്റൊരാളുടെ കയ്യിൽ നമ്മുടെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനുകളെ അയാൾക്ക് നമ്മുടെ ഫോണിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇനി എന്റെ മറ്റൊരു ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് വാട്സപ്പിൽ ഞാനൊരു മെസ്സേജ് അയക്കുന്നു. പക്ഷെ ഞാൻ മെസ്സേജ് അയച്ചെങ്കിലും വാട്സപ്പിന്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടില്ല. കാരണം നോട്ടിഫിക്കേഷൻ വരാനുള്ള ഓപ്ഷനും നേരത്തെ ഞാൻ ഹൈഡ് ചെയ്തിരുന്നല്ലോ. ഇനി ഹൈഡ് ചെയ്ത ആപ്പുകളെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരാൾക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ അതിനായിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന കോൾ ബട്ടൺ ഉണ്ടല്ലോ, അതായത് ഈ ഐക്കൺ, ഇതിലൊന്നും ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇനി സ്ക്രീനിന്റെ താഴെയുള്ള ഡയൽ പാഡിന്റെ ഐക്കണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇനി ഈ കീബോർഡിൽ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത #5# എന്ന പാസ്വേഡ് ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏതൊക്കെ ആപ്പുകൾ ഹൈഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇതുപോലെ ഓപ്പൺ ആകുന്നതാണ്. ഇനി ഇവിടെ നിന്നും ഹൈഡ് ചെയ്ത ഈ ആപ്ലിക്കേഷനുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അവയെ ഉപയോഗിക്കാം. ഇനി ഞാൻ ആ വാട്സപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ മറ്റേ ഫോണിൽ നിന്ന് അയച്ച വാട്സപ്പ് മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ മുകളിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ കോൺടാക്ട് നമ്പറിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ ആ ഫോണിൽ നിന്ന് ഞാൻ അയച്ച ഹായ് എന്ന മെസ്സേജ് ഇതാ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ബാക്ക് അടിച്ച് വീണ്ടും ഹോം സ്ക്രീനിലേക്ക് തന്നെ വരുന്നു. ഇനി വീണ്ടും സെറ്റിംഗ്സിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് പ്രൈവസിയിലും പ്രസ് ചെയ്ത് ഹൈഡ് ആപ്സിലും പ്രസ് ചെയ്ത് പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെ വീണ്ടും ആപ്പുകൾ ഹൈഡ് ചെയ്യുന്ന ഈ സ്ക്രീനിൽ തന്നെ എത്തിയിരിക്കുന്നു. ഇപ്പൊ ഇവിടെ താഴെ ആളെന്ന ഓപ്ഷൻ ആണല്ലോ സെലക്ട് ആയി കിടക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഹിഡൻ എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ് ചെയ്ത ആപ്പുകൾ മാത്രം ഇവിടെ കാണാവുന്നതാണ്. ഇനി ഈ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള ആ സെറ്റിംഗ്സിന്റെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇനി നോട്ടിഫിക്കേഷൻ ഹൈഡ് ചെയ്യാനുള്ള ആ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അത് ഡിസേബിൾ ചെയ്യുന്നു. ഇനി ഞാൻ വീണ്ടും ബാക്ക് അടിച്ചിട്ട്
ഹോം സ്ക്രീനിലേക്ക് തന്നെ വരുന്നു. വീണ്ടും മറ്റേ ഫോണിൽ നിന്ന് വാട്സപ്പ് മെസ്സേജ് ഇതിലേക്ക് അയക്കുന്നു. ഇപ്പൊ സ്ക്രീനിന് മുകളിലായിട്ട് ആ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പാസ്വേഡ് ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ ആ നോട്ടിഫിക്കേഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ വാട്സപ്പിന്റെ നോട്ടിഫിക്കേഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, നേരെ വാട്സപ്പില് ആ കോൺടാക്ട് നമ്പർ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ ഹൈഡ് ചെയ്യാതിരുന്നാൽ സ്ക്രീനിന് മുകളിൽ വരുന്ന നോട്ടിഫിക്കേഷനുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് ഹൈഡ് ചെയ്ത ആപ്പുകളെ നമുക്ക് പാസ്വേഡ് കൊടുക്കാതെ തന്നെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. വീണ്ടും ഞാൻ ബാക്ക് അടിച്ച് ഹോം സ്ക്രീനിലെത്തി വീണ്ടും സെറ്റിംഗ്സിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് പ്രൈവസിയിലും പ്രസ് ചെയ്ത് ഹൈഡ് ആപ്സിലും പ്രസ് ചെയ്ത് പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ സ്ക്രീനിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി താഴെയുള്ള ആൾ ഓപ്ഷന്റെ അടുത്തുള്ള ഹിഡൻ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇനി പിന്നീട് എനിക്ക് ഞാൻ ഹൈഡ് ചെയ്ത ഈ 3 ആപ്പുകളെയും വീണ്ടും ഹോം സ്ക്രീനിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഈ 3 ആപ്പുകളുടെയും റൈറ്റ് സൈഡിലായിട്ട് എനേബിൾ ആയി കിടക്കുന്ന ഈ ബട്ടൺ ഉണ്ടല്ലോ, ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് അത് ഡിസേബിൾ ചെയ്താൽ മതി. അപ്പൊ ഞാൻ അവയിൽ പ്രസ് ചെയ്ത് ഡിസേബിൾ ചെയ്യുന്നു. ഇപ്പൊ ഈ 3 ആപ്പുകളും വീണ്ടും ഹോം സ്ക്രീനിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ വാട്സപ്പിനെ മാത്രം ഡിസേബിൾ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ക്രോമിന്റെയും ഫേസ്ബുക്കിന്റെയും ആ ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് അവയെ വീണ്ടും ഞാൻ എനേബിൾ ചെയ്യുന്നു. ഇപ്പൊ വാട്സപ്പ് മാത്രമേ ഹോം സ്ക്രീനിലേക്ക് വന്നിട്ടുള്ളൂ, ബാക്കി 2 ആപ്പുകളും വീണ്ടും ഹൈഡ് ആയി കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാ ആപ്പുകളെയും ഡിസേബിൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നവയെ മാത്രം ഡിസേബിൾ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തല്ലോ, ആ പാസ്വേഡിനെ എനിക്ക് വീണ്ടും ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ഒരു സെറ്റിംഗ്സിന്റെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇനി ഈ സ്ക്രീനിലെ ആ മുകളിലുള്ള 3 ഓപ്ഷനുകളിൽ നടുവിലായിട്ടുള്ള ചേഞ്ച് ആക്സസ് കോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇനി എനിക്ക് പുതിയൊരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഹാഷിൽ പ്രസ് ചെയ്യുന്നു. ഞാൻ നേരത്തെ 5 ആണല്ലോ പ്രസ് ചെയ്തിരുന്നത്, അതിന് പകരം 1 പ്രസ് ചെയ്യുന്നു. വീണ്ടും ഹാഷ് പ്രസ് ചെയ്യുന്നു. ഇനി സ്ക്രീനിന്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ആ റൈറ്റ് മാർക്കിൽ പ്രസ് ചെയ്യുന്നു. ഇനി സ്ക്രീനിന്റെ താഴെയുള്ള ഡണ്ണിലും ഞാൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഞാൻ ഇനി ബാക്ക് അടിച്ച് ഹോം സ്ക്രീനിലേക്ക് തന്നെ വരുന്നു. ഇനി കോൾ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇനി #1 ഹാഷിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ക്രോമും ഫേസ്ബുക്കും കാണിക്കുന്നു, വാട്സപ്പ് ഇതിൽ നിന്ന് റിമൂവ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ ബാക്ക് അടിച്ച് ഹോം സ്ക്രീനിലേക്ക് തന്നെ എത്തി. പക്ഷേ ഇവിടെ ഹോം സ്ക്രീനിൽ വാട്സപ്പിന്റെ ഐക്കൺ കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ സ്ക്രീനിനെ മുകളിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഹൈഡ് ചെയ്യാത്ത ആപ്പുകളൊക്കെ ഇവിടെ കാണേണ്ടതാണ്. അപ്പൊ ഞാൻ സ്ക്രീനിനെ മുകളിലേക്ക് നീക്കുന്നു. അപ്പൊ അതാ ഇവിടെ താഴെ കണ്ടില്ലേ, വാട്സപ്പിന്റെ ഐക്കൺ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഹോം സ്ക്രീനിലേക്ക് അതിനെ വലിച്ചു കൊണ്ടുവരികയാണ്. വീണ്ടും അതിന്റെ പഴയ സ്ഥാനത്ത് തന്നെ ഞാൻ അതിനെ വെക്കുന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആപ്പുകളെ ഹൈഡ് ചെയ്യാം, ഹൈഡ് ചെയ്തവയെ ഉപയോഗിക്കാം, പിന്നീട് വേണമെങ്കിൽ വീണ്ടും അവയെ ഹോം സ്ക്രീനിലേക്ക് തന്നെ കൊണ്ടുവരാം. ആപ്പുകളെ ഹൈഡ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ എല്ലാ ഫോണുകളിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഓക്കെ അല്ലേ, എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.